ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് സാമ്പാർ വറുത്തരയ്ക്കാത്ത സാമ്പാർ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഇതിൽ സാമ്പാർ പൗഡർ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു തക്കാളി, അത് നന്നായി സ്ലൈസ് ചെയ്തെടുത്തത്, പിന്നെ ഒരു 6 വെണ്ട, മുരിങ്ങാക്കോല്, അതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വഴുതിന എടുത്തിട്ടുണ്ട്, പൊട്ടാറ്റോ, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് പരിപ്പാണ് ആവശ്യം. സാമ്പാർ പരിപ്പ് ആണ് ആവശ്യം. ഒരു യെല്ലോ കളർ പരിപ്പില്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2-3 വിസിൽ വന്നാൽ മതി. പിന്നെ ആ ഒരു സമയം നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെണ്ട നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ്സ് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ വെണ്ട വഴറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെണ്ടയിൽ എപ്പോഴും ഒരു കൊഴുപ്പുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നല്ല ഫേമായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് വെണ്ട ഇതേപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ്സ് ഞാൻ ഈ വെണ്ട വഴറ്റുന്നുണ്ട്. കാരണം അതിൻ്റെ കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കൊഴുത്ത പോലെ ഉണ്ടാവും സാമ്പാർ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 20 ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. സാമ്പാർ ഉള്ളി എന്നും നമ്മളിതിനെ പറയും. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 20 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് അതും ഒന്നുകൂടി വഴറ്റി. എല്ലാം ഞാൻ ഇത് 3 മിനിറ്റ്സേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി ഇടുന്നത് 2.5 ടീസ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത്. അതേപോലെ 2.5 ടീസ്പൂണാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. 2.5 ടീസ്പൂൺ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൽ സാമ്പാർ പൗഡർ ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് എല്ലാ പൗഡറുകളും ഇതേപോലെ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്താൽ നല്ല കളറുള്ള സാമ്പാർ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ 3 ടീസ്പൂണാണ് കേട്ടോ എടുക്കേണ്ടത്. ടീസ്പൂണാണ്, എല്ലാം ടീസ്പൂണിലാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഇത് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റിയതിന് ശേഷം ആ സമയം നമ്മൾ പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. വിസിൽ ഫുള്ള് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഇതിങ്ങനെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ വിസിലൊക്കെ പോയിട്ടുണ്ട്, ഏകദേശം കുറച്ചുകൂടി പോവാനുണ്ട്. ഞാനത് വെയിറ്റ് ചെയ്യാണ്. ഇപ്പം എല്ലാ വിസിലും പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്താൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കഷ്ണങ്ങൾക്കൊക്കെ. എങ്ങനെ ഇട്ടാലും സാമ്പാറാണ്, പക്ഷേ കഷ്ണങ്ങൾ ഏകദേശം എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് നല്ലത്. വഴുതിന, തക്കാളി, പൊട്ടാറ്റോ, മുരിങ്ങക്കോല്, ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റിയിട്ടുള്ള സാമ്പാർ ഉള്ളി, ചെറിയ ഉള്ളി, അതായത് ചെറിയ ഉള്ളി, വെണ്ട ഒക്കെ ഇടണം. അതിന് മുമ്പേ ഞാൻ കുറച്ച് പുളി, അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റ് നേരം സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞതിന് ശേഷം ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ഇപ്പോൾ നേരത്തെ വഴച്ചിട്ടുള്ള വെണ്ട, പിന്നെ പൊടികളെല്ലാം, പിന്നെ നമ്മളെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടത് നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. വഴറ്റിയല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള പൗഡർ ഒന്നും മിസ്സായി പോകരുത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ലൈറ്റ് ഹോട്ട് വാട്ടറാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 2 കപ്പ് വെള്ളം വീണ്ടും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. പിങ്ക് സോൾട്ടാണ് എപ്പോഴും നല്ലത്. ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്.
ചൂടുവെള്ളം വേണം എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കറിയിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര ചേർക്കുമ്പോൾ ഈ എരിവ് പുളി എല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് നല്ല ടേസ്റ്റ് വരും. അപ്പം പിന്നെ നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കണം. ഈ ഒരു പീസസ് ഒക്കെ ഒരു വിസിൽ ചെയ്താൽ മതി. ഇത് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ, പിന്നെ അത് ചൂടായി വരുമ്പം കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മതി. ഉലുവ അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 ടീസ്പൂൺ തന്നെ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഉണക്കമുളക് ചേർത്തിട്ടുണ്ട് ഒരു 2 എണ്ണം. ബാക്കിയുള്ള മല്ലിയില, കറിവേപ്പില, ഇത്രയും കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.